ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് റിലീസ് ചെയ്ത സിനിമയും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് റിലീസ് ചെയ്ത സിനിമ ഏതാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇന്ന് റിലീസ് ചെയ്ത സിനിമ ഒരു തെലുങ്ക് മൂവിയാണ്. നമ്മുടെ നാഗാർജുന പ്രധാന വേഷം കൈകാര്യം ചെയ്ത സൈന്താവ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ് തെലുങ്ക് ഭാഷകളായിരുന്നു ഈ സിനിമ. തമിഴിലും തെലുങ്കിലും വരുന്നതായിരുന്നു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരുന്നത്. പക്ഷേ മലയാളം ഭാഷ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇപ്പോൾ ആസ്വദിക്കാവുന്നതാണ്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഞാൻ സിനിമ കണ്ടു. അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ നാളെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു സിനിമ മാത്രമാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഏതൊക്കെ സിനിമകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ നോക്കാം. അതിലൊന്നാമത്തെ സിനിമ നമ്മുടെ നാഗാർജുന പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് ആക്ഷൻ മൂവിയാണ്. നാ സാമി രംഗ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പൊറിഞ്ചുമറൻ ജോസ് എന്ന മലയാള സിനിമയുടെ റീമേക്ക് ആയിരുന്നു ഈ ഒരു സിനിമ. തിയേറ്ററിൽ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഫെബ്രുവരി മാസം 15-ാം തീയതി ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. ക്യൂൻ എലിസബത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മീര ജാസ്മിൻ നരേനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ്. ഈ ഒരു സിനിമ ഒരു ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മലയാളം തമിഴ് ഭാഷകളായിട്ട് C5 ഫെബ്രുവരി മാസം 14-ാം തീയതി സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് തമിഴിൽ നിന്ന് റിലീസ് ചെയ്ത മിഷൻ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം 15-ാം തീയതി വരുമെന്നാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഒഫീഷ്യലി അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, ഉർവശി, ദുർഗാകൃഷ്ണ, ഷൈം ടോം ചാക്കോ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് അയ്യർ ഇൻ അറേബ്യ എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സ്, സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം, ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമുകളായിട്ടാണ് OTT സ്വന്തമാക്കിയിട്ടുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർച്ചിലൊക്കെ ആയിരിക്കും ഈ സിനിമയുടെ റിലീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അടുത്തത് അതുപോലെ തന്നെ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. വിവേകാനന്ദൻ വൈറലാണെന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ നമ്മുടെ ഷൈൻ ടോം ചാക്കോ അതുപോലെ തന്നെ സ്വാസികയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. മനോരമ മാക്സ്, സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം, ആമസോൺ, ഈ 3 OTT പ്ലാറ്റ്ഫോമുകളായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഈ സിനിമയുടെ റിലീസ് നമുക്ക് മാർച്ചിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തത് നമ്മുടെ ലാലേട്ടൻ്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ വേണ്ട വിധത്തിലുള്ളൊരു ചലനം സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. വലിയൊരു തുകയ്ക്കാണ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ഈ സിനിമ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്ന് അറിയാൻ കഴിയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് 28 ദിവസത്തിന് ശേഷം ഈ ഒരു സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുന്നതായിരിക്കും. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എല്ലാ ഭാഷകളിലായിട്ട് പാൻ ഇന്ത്യൻ ഭാഷ റിലീസായിട്ടാണ് OTT റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഡേറ്റ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം 28-ാം തീയതി ഈ സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകൾ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ സൈന്താവ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്. ഒരു കൊറിയൻ മൂവിയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈന്താവിൻ്റെ റിവ്യൂ എന്തായാലും നാളെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഒരു കൊറിയൻ മൂവിയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇതിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.